തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ രാഷ്ട്രീയ ചൂടേറുന്നു. സംസ്ഥാനം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് ജില്ലയിലെ പല മണ്ഡലങ്ങളും തയ്യാറെടുക്കുന്നത്. തൃശൂർ പിടിച്ചാൽ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ചുവടുവയ്ക്കാമെന്ന തിരിച്ചറിവിലാണ് LDFും UDFും കച്ചമുറുക്കുന്നത്. ജില്ലയിൽ നിർണായക ശക്തിയാണെന്ന് BJP മുന്നണിക്കും തെളിയിച്ചേ മതിയാകൂ. തെരഞ്ഞെടുപ്പ് പൂരത്തിന് വിളംബരമായതോടെ മുന്നണികൾ രാഷ്ട്രീയ വെടിക്കെട്ടിന് തിരികൊളുത്തിക്കഴിഞ്ഞു. സാമ്പിൾ അത്ര മോശമായില്ല. LDFിലെ CPI പ്രതിനിധിയായി നിയമസഭയിൽ നാട്ടികയെ പ്രതിനിധീകരിച്ച CC മുകുന്ദൻ കാലാവധി തീരും മുൻപ് പാർട്ടിക്ക് പുറത്തായി. സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിക്കെതിരെ പേയ്മെന്റ് സീറ്റടക്കം ആരോപണമുയർത്തിയ മുകുന്ദന്റെ കലാപം LDFിന് പടക്കിറങ്ങും മുൻപുള്ള പുലിവാലായി. സ്വതന്ത്ര വേഷത്തിൽ CC മുകുന്ദൻ എത്തുമ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത സ്ഥിതിയിലാണ് UDF. തൃശൂർ നിയോജകമണ്ഡലത്തിൽ വിജയത്തിന്റെ കവിത എഴുതാൻ കവി ആലങ്കോട് ലീലാകൃഷ്ണന് CPI സ്ഥാനാർത്ഥി തൂലിക നൽകിക്കഴിഞ്ഞു. പരാജയം കൊണ്ട് മുറിവേറ്റ പത്മജ താമരത്തണലിൽ വിജയ ഔഷധം തേടി കളത്തിലുണ്ട്. സ്ഥാനാർത്ഥികളുടെ കൂട്ടപ്പൊരിച്ചിൽ കാരണം കോൺഗ്രസ് തീരുമാനം പുകമറയിൽ. പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ ഒത്ത സ്ഥാനാർത്ഥിയെ CPI ഇത്തവണ കണ്ടെത്തിയതും തൃശൂരിൽ നിന്നാണ്. കയ്പമംഗലം MLA E.T. ടൈസൺ പറവൂരിലെ അങ്കത്തട്ടിൽ കച്ചമുറുക്കി കഴിഞ്ഞു. കയ്പമംഗലം നിലനിർത്താൻ മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജിലാണ് CPI പ്രതീക്ഷ വയ്ക്കുന്നത്. മണലൂരിൽ സിറ്റിംഗ് MLA മുരളി പെരുന്നെല്ലിയെ ഒഴിവാക്കിയപ്പോൾ മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ CPM കളത്തിലിറക്കി. TN പ്രതാപനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും നേരത്തെ ഗോതയിലുണ്ട്. ഒല്ലൂർ നിലനിർത്താൻ മന്ത്രി K. രാജനല്ലാതെ മറ്റൊരു പേരും CPIക്ക് മുന്നിലില്ല. ഷാജി കോടങ്കണ്ടത്തെന്ന ഒറ്റപ്പേരിലേക്ക് കോൺഗ്രസും എത്തി. ചാലക്കുടിയിൽ രണ്ടാം ഊഴം തേടി സനീഷ് കുമാർ ജോസഫ് വീണ്ടും UDFിനായി ഇറങ്ങുന്നു. ഗുരുവായൂർ NK അക്ബർ, ഇരിങ്ങാലക്കുട മന്ത്രി R. ബിന്ദു, കുന്നംകുളം AC മൊയ്തീൻ, ചേലക്കര UR പ്രദീപ്, പുതുക്കാട് KK രാമചന്ദ്രൻ, വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി എന്നീ സിറ്റിംഗ് MLAമാരെ CPM വീണ്ടും ജനവിധി അറിയാൻ നിയോഗിക്കുന്നു. കൊടുങ്ങല്ലൂരിൽ CPIയുടെ സിറ്റിംഗ് MLA VR സുനിൽകുമാർ വീണ്ടും ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷാണ് എതിരാളി. ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂരിൽ CH റഷീദിനെ സ്ഥാനാർത്ഥിയായി നേതൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുടിയിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തോമസ് ഉണ്ണിയാടൻ ഒരിക്കൽ കൂടി ഇറങ്ങും. കോൺഗ്രസ് മത്സരിക്കുന്ന ചില സീറ്റുകളിൽ ചർച്ചകൾ തുടരുകയാണ്. BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും വ്യക്തത വരാനുണ്ട്. ന്യൂസ് ഡെസ്ക് TCV.